ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്ന ബേക്കറിലൊക്കെ കിട്ടുന്ന നല്ല മാൽപൂരി എന്ന് പറയട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ അത് വീട്ടിൽ ചെയ്തെടുക്കാം. നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുമ്പം അവരെങ്ങനെയാണ് ഉണ്ടാക്കുക, കെമിക്കലൊക്കെ ചേർത്ത് അതുപോലെ കളറൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കപ്പിൽ ആവണമെന്നൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിലാണെങ്കിൽ ഏതിലാണെങ്കിലും അളന്നെടുക്കാം. പിന്നെ അതേപോലെ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു 2-3 ഏലക്കയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതേപോലെ ഒന്ന് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് കട്ടിയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. നമ്മളിത് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കണം കേട്ടോ, കാരണം നമ്മളിത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. മാവ് മിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ ആദ്യം നമ്മളിത് ചെയ്ത് വെക്കണം. ഇതാ അവിടെ ഏകദേശം നമ്മുടെ പഞ്ചസാര സിറപ്പ് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ. ഇനി നമുക്കിത് അരിച്ചിട്ടാട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ ഏലക്കൊക്കെ അരിച്ചെടുത്ത് മാറ്റണം. അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ കളറാണ് ചേർക്കാറ്. നമുക്കത് മഞ്ഞൾപ്പൊടി ചേർത്താലും മഞ്ഞൾപ്പൊടീൻ്റെ ചുവയൊന്നും വരില്ല, അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കാം. ഈ മാൽപൂരിക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഈ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 കപ്പ് മൈദപ്പൊടിക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര സിറപ്പ് കറക്റ്റായിരുന്നു. എന്നാൽ അത് ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അഥവാ എങ്ങാനും ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ സ്പൂണല്ല വിസ്ക് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടതിന് കരിഞ്ചീരകമാണ്. അപ്പോൾ നമ്മൾക്ക് കരിഞ്ചീരകം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ കരിഞ്ചീരകമാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. അത് നമുക്ക് മാവൊക്കെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുത്താലും മതി. ഇതാ കണ്ടില്ലേ, നമ്മൾ ഏകദേശം നല്ല സെറ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. കാരണം ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഈ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്കാണ്. അങ്ങനെ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ പരന്ന് വരില്ല കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പരന്ന് വരണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് കറക്റ്റാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ലൂസ്, ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, നമ്മളതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ആദ്യത്തെ 1-2 ഒക്കെ ഫ്ലോപ്പായി പോകും. എന്നാലും ടെൻഷൻ ആവണ്ട, നമുക്ക് നന്നായിട്ട് കിട്ടും. ഇത് ഫ്ലോപ്പായി പോവില്ല. ഇത് ഒരുപാട് സമയമൊന്നും അടുപ്പത്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണെന്ന് വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ പോകുമ്പോൾ നന്നായിട്ട് എണ്ണയിൽ കുളിച്ചിട്ടാവും കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് ഉടനെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ ഉണ്ടാവും. ഇത് നമ്മൾ മറച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മേലേക്ക് എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് മറച്ചിടാൻ വേണ്ടിയിട്ട്.
ഞാൻ ഫസ്റ്റത്തെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്, അതാണ് എനിക്ക് ഇത്ര സമയം വന്നത്. ഞാൻ രണ്ടാമത്തൊക്കെ പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേഗം തന്നെ ചെയ്തെടുത്തു കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ രണ്ടാമത് ചെയ്തതാട്ടോ. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാക്കണ്ട, മെല്ലെ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാൻ കഴിയും. ഇത് നമുക്ക് പിന്നെ അരികൊക്കെ നല്ല ബ്രൗൺ കളർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അടുപ്പത്ത് ഇതേപോലെ വെച്ച് കൊടുത്താലും മതി. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ കുട്ടികളൊക്കെ 4 മണിക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിവിടെ 1 കപ്പ് മൈദ കൊണ്ടൊരു 6 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 എണ്ണം അല്ല, 8 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ചെയ്തത് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ രണ്ടാമത്തത് കുറച്ചൊന്ന് കളറ് മാറിപ്പോയി. അപ്പോൾ അത് ഞാനതിൽ കാണിക്കുന്നില്ല. ബാക്കി 6 എണ്ണം പെർഫെക്റ്റായിട്ട് 6 എണ്ണം കിട്ടി. നമുക്ക് 6 എണ്ണം, 1 കപ്പ് മൈദ കൊണ്ട് നമുക്ക് 6 എണ്ണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതലനുസരിച്ചാലും മാവ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.